الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين أما بعد الله سبحانه وتعالى അവനോട് തേടുന്ന അല്ലെങ്കിൽ യാചിക്കുന്ന അടിമകളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് ദുആ എന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതമായ ഇബാദത്താണ് എന്ന് പറയാനുള്ള കാരണവും. അടിമകൾക്ക് മുന്നിൽ അല്ലാഹു ആ തേട്ടത്തിനൊരു പരിധി നിശ്ചയിച്ചിട്ടില്ല, അതിർവരമ്പുകളൊന്നുമില്ല. കാരണം അല്ലാഹു പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി, നിങ്ങളെ റബ്ബ് പറയുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരും. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എന്നെക്കുറിച്ച് നിങ്ങളുടെ ഉമ്മത്തി, എൻ്റെ അടിമകൾ അങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയേണ്ടത് ഫഇന്നി ഖരീബ്, ഞാൻ അവൻ്റെ അടുത്തുണ്ട് എന്താണ്. ഈ അള്ളാഹു അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആകാശത്തിലാണ്, അർ റഹ്മാനു അലൽ അർശിസ്തവ. പക്ഷെ അള്ളാന്റെ നോട്ടത്തിലും സംരക്ഷണത്തിലും നിരീക്ഷണത്തിലും അള്ളാന്റെ അറിവിന്റെ പരിധിക്കുള്ളിലുമാണ് ഇവനുള്ളത്. വിശാലമാണ് അള്ളാഹുവിന്റെ ഇൽമ്. അതായത് നമ്മളെ മാത്രമല്ല അള്ളാഹുവിന്റെ ഇൽമിലുള്ള സൃഷ്ടികൾ, ലോകത്തുള്ള കോടാനുകോടി വരുന്ന ജീവജാലങ്ങൾ, ഒരു അണുവരെ അള്ളാഹുവിന്റെ ലിസ്റ്റിലുണ്ട്, നിരീക്ഷണത്തിലുണ്ട്, അറിവിലുണ്ട്. അള്ളാഹ് ഇതിനെ കാണുന്നുണ്ട്, അതിൻ്റെ ആവശ്യം അറിയുന്നുണ്ട്, അതിൻ്റെ അനക്കങ്ങൾ അറിയുന്നുണ്ട്. അത്ര വലിയ ആലിമാണ്, മുഹീത്താണ്, എല്ലാത്തിനെയും വലയം ചെയ്ത് നിൽക്കുന്നവനാണ്. ഒരു ജീവിയിലും അള്ളാഹു ഗഫലത്തിലാവുന്നില്ല, അശ്രദ്ധയിലാവുന്നില്ല. അള്ളാഹു എങ്ങാനും അശ്രദ്ധയിലായാൽ മഅദല്ലാ, അങ്ങനെ ഉണ്ടാവൂല, തകിടം മറിയും. അള്ളാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞല്ലോ, കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ, എല്ലാ ദിവസവും എല്ലാ നേരവും അള്ളാഹു ലൈവാണ്. ക്ഷീണിക്കുക, ഉറങ്ങുക, വിശ്രമിക്കുക, അല്പസമയം ഒന്ന് ലീവ് എടുക്കുക, ഒന്നുമില്ല. ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ, ക്ഷീണമില്ല, ഉറക്കമില്ല, ഫുൾ ടൈം ഓരോ സെക്കൻഡിനും പണിയാണ്. അതായത് അടിമകൾക്കല്ലേ സമയം, അടിമകൾക്കല്ലേ രാവ് പകല്, ഇത്ര നേരം അത്ര നേരം. അള്ളാഹ്ക്കതില്ലല്ലോ. അപ്പൊ അങ്ങനെ അള്ളാഹു അവന്റെ വലയത്തിന്റെ ഉള്ളിലാണ് അടിമകളെ കൊണ്ട് നടക്കുന്നത്. ഫഇന്നി ഖരീബ്. ഇപ്പൊ നമ്മള് അള്ളാഹുവിനെ അർശിന്റെ മുകളിലാണെന്ന് വിശ്വസിക്കുന്ന കൊണ്ട് അവന്റെ നോട്ടവും കേൾവിയും എൻ്റെ അടുത്തെത്താൻ കുറച്ച് സമയം എടുക്കും എന്നൊന്നും വിചാരിച്ചു പോണ്ട. ഖരീബ് മിൻ ഹബ്ലിൽ വരീദ്, നമ്മൾ ആ ഞരമ്പിനേക്കാളും അടുത്താണ്. തൂക്കിക്കൊല്ലുമ്പം പൊട്ടുന്ന ഞരമ്പില്ലേ, അതാണ് ഹബ്ലുൽ വരീദ്, കർണനാടി എന്ന് പറയാ, ജീവനാടി. അതിനേക്കാളും അടുത്ത് ഞാനുണ്ട് നബിയെ എന്ന് പറഞ്ഞേക്കും. എവിടെയാണ് മുശ്രിക്കീങ്ങൾക്ക് വലിയ തെറ്റുപറ്റിയത്? കാരണം മുശ്രിക്കീങ്ങള് നമ്മൾ പറയണ്ടല്ലോ, പാരമ്പര്യ മുസ്ലിമീങ്ങളാണ്. മുശ്രിക്കീങ്ങള് ഷിർക്കിലകപ്പെടാൻ അല്ലെങ്കിൽ അള്ളാന്റെ വെറുപ്പ് അവർക്ക് കിട്ടാനുള്ള പ്രധാന കാരണം അവർ അള്ളാഹുവിനെ ഖരീബായി മനസ്സിലാക്കിയില്ല. അവരെന്ത് ചെയ്തു? അള്ളാഹുവിനെ എന്തോ ഒന്നായി ചിത്രീകരിച്ച് അതിലേക്ക് എത്താനുള്ള ഒരു വഴി സ്വീകരിച്ചു ഈ പറയപ്പെട്ട ഔലിയാക്കളെ, മഹാന്മാരെ. അതുകൊണ്ട് അവര് അള്ളാഹു പറഞ്ഞു, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹ് സുൽഫ. നമ്മൾ ഇവരെ വിളിക്കുന്നത്, ഇവരോട് ദുആ ചെയ്യുന്നത്, ഇവർക്ക് നേർച്ചകൾ അർപ്പിക്കുന്നത്, ഇവരോട് തേടുന്നത്, അവർ നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു സുൽഫ ആയിട്ടാണ്, അടയാളന്മാരായിട്ടാണ്. അല്ലാണ്ട് അവരല്ലാഹുവെന്ന് വിശ്വസിച്ചിട്ടല്ല. ഇവരാരും ഈ പറയപ്പെട്ട വസ്തുക്കളെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ ശക്തികളെയോ അള്ളാഹുവാണ്, ദൈവമാണ്, ഇലാഹാണ് എന്ന് വിശ്വസിക്കുന്നില്ല. എന്തേ വിശ്വസിക്കുന്നുള്ളൂ? ഒരടയാളൻ, ഖലാസ്, ഇത്രയേ ഉള്ളൂ. ആ ഒരൊറ്റ വിശ്വാസത്തിൽ അള്ളാഹു അവരെ ഇസ്ലാമെന്ന് പുറത്താക്കി, അവരെ വേണ്ടെന്ന് വെച്ചു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ.
ഫഇന്നി ഖരീബ്. എന്നിട്ട് മാത്രമല്ല, ഖരീബായത് കൊണ്ട് തന്നെ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ, എന്നോട് പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അവന് ഉത്തരം കൊടുക്കും എന്നാണ് അള്ളാഹു ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിരാശ എന്ന് പറയുന്ന സംഗതി മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഫ്റാണ്, പാടില്ല. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിനെയും അനിയൻ ബിന്യാമീനെയും അന്വേഷിക്കാൻ വേണ്ടി ജ്യേഷ്ഠന്മാരോട് പോവാൻ പറഞ്ഞല്ലോ. യാ ബനി യദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ വഅഖി. വലിയൊരു തമാശ എന്താ അറിയോ, ഇത്ര വലിയൊരു പ്രവാചകനായിരുന്നിട്ട് പോലും കിലോമീറ്ററുകൾക്കപ്പുറത്ത് മിസ്രിൽ 2 മക്കൾ ജീവനോടെ ഉണ്ടെന്ന് പോലും എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. പിന്നെ എങ്ങനെ മരിച്ചു കഴിഞ്ഞ ഒരാള് അറിയാ? പിന്നെ ആൾക്കാരെങ്ങനെ നമ്മളെ മനസ്സിന്റെ ഉള്ളിലുള്ള കാര്യം അറിയാം? ആ പ്രവാചകൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട്, ഈ സങ്കടത്തിൽ കരയുന്നുണ്ട്, കരഞ്ഞിട്ട് കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടമായി. എന്നിട്ടും അപ്പുറത്ത് 2 മക്കളും ഉണ്ട് എന്നുള്ള സത്യം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം അറിയുന്നില്ല. മറിച്ച് എന്താ പറയുന്നത്? ഇദ്ഹബു ഫതഹസ്സസു, ഒന്ന് അന്വേഷിച്ചു നോക്കിൻ ഉണ്ടെങ്കിലോ. കാരണം ഈ മക്കൾ എന്തില്ല, വിശ്വാസമില്ല. കൂടെയുള്ള മക്കളെ ചെറിയൊരു വിശ്വാസക്കുറവുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പറയും, ഫതഹസ്സസു മിൻ യൂസുഫ വഅഖി, യൂസുഫും സഹോദരനും ഉണ്ടായിരിക്കും, നിങ്ങൾ അന്വേഷിച്ചു നോക്ക്. വലാ തൈഅസു, അതാണ് പ്രവാചകന്റെ ക്വാളിറ്റി. വലാ തൈഅസു, നിങ്ങൾ നിരാശപ്പെടല്ല. ഇന്നഹു ലാ യയഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. അള്ളാന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിരാശ കാഫിരീങ്ങൾക്കേ ഉണ്ടാവാൻ പാടുള്ളൂ, മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് നിരാശ വന്നാൽ അത് കുഫ്ർ, അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, അള്ളാന്റെ ഖുദ്റത്തിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, അള്ളാന്റെ കഴിവിനെ പറ്റി ബോധമില്ലാത്തതുകൊണ്ടാണ് നിരാശ വരുന്നത്. ഒരു കാര്യത്തിലും നിരാശയില്ല. അതുകൊണ്ട് പിന്നെ ഉജീബു ദഅവത്തദ്ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി, അതുകൊണ്ട് എന്നോട് അവരോട് ദുആ ചെയ്യാൻ വേണ്ടി പറ, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് ഒരു അടിമ ദുആ എന്ന് പറയുന്ന ഇബാദത്ത് ഒരുപാട് ചെയ്യണം. ദുആ കുറയാനേ പാടില്ല. ദുആ കുറയുന്നതിന്റെ അർത്ഥം ഓൻ അള്ളാഹുവിൽ നിന്ന് അകലുന്നുണ്ട് എന്നാണ്. എത്ര അള്ളാഹിനെ അറിയുമോ, എത്ര അള്ളാഹുമായിട്ട് അടുക്കുമോ, അതിന്റെ അടയാളമാണ് ദുആ വർദ്ധിക്കുന്നു എന്നുള്ളത്. ഒന്നോന്റെ കാര്യം നേടിയെടുക്കാൻ ചോദിച്ചാലേ കിട്ടുള്ളൂ. ചോദിക്കാണ്ട് വെറുതെ ഇരിക്കുന്ന അടിമക്ക് നമ്മൾ നീ ഇതെടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പരിപാടിയും അള്ളാഹ്ക്കില്ല. കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. കാരണം ചോദിക്കാതിരിക്കുന്നോൻ അവനിൽ എന്താക്കാണ്, വിശ്വാസം അർപ്പിക്കാണ്. എന്റെ മേലുണ്ട്, പ്രശ്നമൊന്നുമില്ല, അത് ഭയങ്കര. അതുകൊണ്ടാണ് സുബ്ഹാനല്ലാഹ് ഇസ്ലാമിന്റെ ഒരു രീതി, ഒരു ഫഖീർ നേരെ ചൊവ്വേ തിന്നാനും കുടിക്കാനും ഒന്നുമില്ലാത്ത, സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത, വളരെ കുടിസായ ജീവിതം നയിക്കുന്ന ഒരാള് ദുആ ചെയ്യോ ഇല്ലയോ? എന്തായാലും ചെയ്യും, കാരണം ആവശ്യക്കാരനാണ്. എന്നാൽ അതേ സമയത്ത് വേറൊരാള് എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു, നൽകപ്പെട്ടതെല്ലാം വിശാലമായിട്ടുമാണ്. ദുആ ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് കുറവാണ്, കാരണം എല്ലാം ഉണ്ട്. പക്ഷെ അയാളുടെ ദുആ ഈ ഫഖീറിന്റെ ദുആഇനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്താ കാര്യം? ഇവന്റെ ഉണ്ട്, എന്നിട്ടും ആരെ മറക്കുന്നില്ല, അള്ളാഹനെ മറക്കുന്നില്ല. പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു കുടിലിൽ ഇരുന്നു കൊണ്ട് തസ്ബീഹ് ചെയ്യുന്ന ഒരു അടിമ, സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്നാൽ ഒരു കൊട്ടാരത്തിന്റെ മുകളിൽ മട്ടുപ്പാവിലിരുന്നു കൊണ്ട് തസ്ബീഹ് ചെയ്യുന്ന ഒരു അടിമ, അള്ളാഹ്ക്ക് ഇഷ്ടം ഈ പൈസക്കാരനെയാണ്. കാരണം ഇവന് ഫഖീർ ഓർക്കും, സാഹചര്യം അങ്ങനെയാണ്. മറ്റവൻ മറക്കാൻ ചാൻസ് ഉള്ളവനാണ്, എന്നിട്ടും മറന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തഅറഫ് ഇലല്ലാഹി ഫിർ റഖാ, നിന്റെ കൈമേലെല്ലാം ഉള്ളപ്പം, സൗകര്യം, ആരോഗ്യം, പൈസ, സമ്പത്ത്, മക്കള് എല്ലാം, അന്നേരം നീ എന്ത് ചെയ്യണം? അള്ളാഹുമായിട്ട് എടുക്കണം. എങ്കിൽ യഅരിഫ്ക ഫി ശിദ്ദ, എന്തെങ്കിലും പ്രയാസം വരുമ്പം അള്ളാഹു നിന്നെ പെട്ടെന്ന് പരിഗണിക്കും. കാരണം എന്താ? ഞാൻ എല്ലാം വാരിക്കോരി കൊടുത്തപ്പോഴും ഇവൻ എന്ത് ചെയ്തില്ല? എന്നെ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഒന്നും ഇല്ലാത്തപ്പോ അള്ളാഹു അവനെ ഒരിക്കലും ഒഴിവാക്കൂല. ഇതാണ് എന്റെ രീതി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ച എന്ന ഈ ദുആ അല്ലെങ്കിൽ പ്രാർത്ഥന എന്ന ഇബാദത്ത്, അതിന്റെ ചില അദബുകളുണ്ട്, അത് നമ്മൾ പാലിക്കണം. പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല ദുആ ചെയ്യാൻ. ഒരു നിയമമുണ്ട്, എന്താ അറിയോ? എന്തായിരിക്കും? ഹദീസിൽ വന്ന പോലെ, പിന്നെ റജുലുൻ അശ്അസ അഗ്ബറ, പൊടി പിടിച്ച ജട പിടിച്ച ഒരു യാത്രക്കാരൻ,
യുതീലു സഫർ, ദീർഘദൂര യാത്രക്കാരൻ. അയാളുടെ മുടിയും തലയും മുടിയെല്ലാം പൊടി പിടിച്ച് ആകെ അവശനായി ക്ഷീണിച്ച് അവസ്ഥയിലാണ്. യമുദ്ദു യദൈഹി ഇല സമ, രണ്ട് കൈയും അവൻ ആകാശത്തേക്ക് ഇങ്ങനെ നീട്ടിയിട്ട് വിളിക്കുന്നു, യാ റബ്ബ് യാ റബ്ബ്. പക്ഷേ മത്അമുഹു ഹറാം, തിന്ന ഭക്ഷണം ഹറാമാണ്. വമശ്റബുഹു ഹറാം, വെള്ളവും ഹറാമന്നെ. വമൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രവും ഹറാം. വഗുദിയ ബിൽ ഹറാം, വളർന്നു വന്നത് ഹറാമലായിട്ടാണ്. ഫഅന്ന യുസ്തജാബു ലിദാലിക്, അവൻ എവിടുന്ന് ഉത്തരം കിട്ടാനാണ്? ചോദിച്ചിട്ട് കാര്യമില്ല, തരൂല. എന്നുവെച്ചാല് ഹറാമ് കലർന്ന ശരീരത്തിന്റെ ദുആ, പിന്നെ അവന്റെ ആവശ്യം നടക്കും, അടിമയാണ്, നടത്തി കൊടുക്കും. പക്ഷെ അള്ളാഹു ഒരു ഇബാദത്തായിട്ട് അവന്റെ ദുആ സ്വീകരിക്കൂല. നമ്മൾ ഈ ദുആ ചെയ്യുമ്പോ യാ റബ്ബ് എന്ന് വിളിക്കാത്തത് എന്താ? പ്രവാചകന്മാരുടെ ദുആക്ക് റബ്ബി അല്ലെങ്കിൽ റബ്ബന യാ ഇല്ലല്ലോ. എന്തുകൊണ്ടായിരിക്കും? ഈ യാ എന്ന് പറയുന്നത് അറബി ഭാഷ നിയമപ്രകാരം ബഈദിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഒരാൾ അവിടെ സയ്യിദ്, അങ്ങ് യാ സയ്യിദ്, അങ്ങുള്ള ആളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. റബ്ബ് എവിടെയാണുള്ളത്? അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, തൊട്ടടുത്തുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകന്മാര് യാ ഒഴിവാക്കിയിട്ട് വിളിച്ചത്. പ്രവാചകന്മാരുടെ റുബൂബിയ്യത്ത് ഖാസാണ്, അവരുടെ തൗഹീദ്. നമ്മളെപ്പോലെയല്ല അവർക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം. നമുക്ക് ഒരു ബന്ധം വേറെ, അമ്പിയാക്കളുടെ അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ വേറെ. അവരുടെ ഒരു ദുആയിലും ഖുർആൻ പരിശോധിച്ച് നോക്കിയേ യാ കാണൂല. റബ്ബന അല്ലെങ്കിൽ റബ്ബി അത്രേ ഉണ്ടാവുള്ളൂ. ആ യാ ഒഴിവാക്കുന്നത് അള്ളാഹ് അത്രയും അടുത്തുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കും. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ റബ്ബ്. പിന്നെ അതുകൊണ്ട് ഒരു നിയമം അത് ദുആയിൽ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നമ്മളെപ്പോഴും ചിലപ്പോൾ പറയുന്നതൊക്കെ ആൾക്കാർ എത്ര ദുആ ചെയ്യുന്നു ഉസ്താദേ കിട്ടുന്നില്ല, സംതിങ് എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാ കിട്ടാത്തത്. നമ്മൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, പരിശുദ്ധമായതല്ലാതെ. ആ ഹദീസിന്റെ ബാക്കിയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്. അതിന്റെ ലാസ്റ്റ് ഭാഗത്തുള്ളതാണ് ഈ ഉദാഹരണം. പരിശുദ്ധമായതേ അള്ളാഹു സ്വീകരിക്കുള്ളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയങ്കര സൂക്ഷ്മത കാണിക്കുന്ന ആളാണ്. ആ സൂക്ഷ്മതന്റെ കടുപ്പത്തിന്റെ ഒരു, എന്ത് ഭക്ഷണം കിട്ടിയാലും ഇത് എവിടുന്നാന്ന് അന്വേഷിക്കും. എന്തിനാ? ഹറാമാണോ ഹലാലാണോ എന്നറിയാൻ. അത് നിയമാണോ? അല്ല. നമ്മളിപ്പോ എന്ത് ഭക്ഷണം കിട്ടിയാലും ആരതാ എവിടുന്നാ വേണ്ട, നമുക്ക് തന്ന ആള് ഹലാല് തരാനേ ചാൻസ് ഉള്ളൂ എങ്കിൽ അത് മതി. പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദിവസം നല്ല വിശപ്പിലാണ്. അപ്പം അദ്ദേഹത്തിന്റെ മുമ്പ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ഭൃത്യൻ, ഒരു ഖാദിം, കുറച്ച് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു. അത് അങ്ങനെ തന്നെ വേഗം തിന്നുപോയി. തിന്നതിന് ശേഷം പെട്ടെന്ന് ഫിക്ർ വന്നു, പടച്ചോനെ ഇത് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ചോദിച്ചു അയാളോട്, എനിക്ക് എവിടുന്ന ഈ ഭക്ഷണം കിട്ടിയാണ്? അപ്പൊ അയാൾ പറയാണ്, ഈ അന്വേഷിക്കാത്തതിന്റെ ഒരു പ്രശ്നം, ഞാൻ മുമ്പ് ജ്യോത്സ്യനായിരുന്നു, കാഹിൻ, കബഡി നിരത്തുന്നത്. അങ്ങനെ ഒരു ഫാമിലി എൻ്റെ അടുത്തൊരു പ്രശ്നം കൊണ്ട് വന്നു. ഞാൻ ഈ കബഡിയെല്ലാം നിർത്തിയിട്ട് ജ്യോത്സ്യപ്പണിയെല്ലാം എടുത്തിട്ട് പറഞ്ഞു കൊടുത്തു, അവരങ്ങ് പോയി. ഇപ്പാണ് അവരെന്നെ പിന്നെ കാണുന്നത്. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ പോലെ സംഭവം എന്ത് ചെയ്തു, നടന്നു. അപ്പൊ അതിൻ്റെ ഒരു ഹദിയ എനിക്ക് ഇവര് ഭക്ഷണമായിട്ട് തന്നത്. അദ്ദേഹം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, പക്ക ശിർക്കിന്റെ ഫുഡ്. ആയിഷ റളിയല്ലാഹു പറയാണ്, എൻ്റെ ഉപ്പ ആ തിന്ന ഭക്ഷണം പുറത്തെത്തിക്കാൻ പഠിച്ച പണി 18 എടുത്തു. ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഞാൻ എങ്ങനെയാ ഒന്ന് ഛർദ്ദിച്ച് കിട്ടുക? നമ്മളെന്താ പറയുന്നത് സാധാരണ, തിന്നുപോയില്ലേ പോട്ടെ ഇനിയിപ്പോ ശ്രദ്ധിക്കുക, മതി, അതന്നെ എന്റെ സൂക്ഷ്മം, അത്രയേ ഉള്ളൂ, നിയമം അത്രയേ ഉള്ളൂ. പക്ഷെ ഇദ്ദേഹം അങ്ങനെയല്ല, അബൂബക്കർ അങ്ങനെയല്ല റളിയല്ലാഹു അൻഹു. ചില ആൾക്കാർ പറഞ്ഞു കൈയിട്ടാ മതി, ചില ആൾക്കാർ പറഞ്ഞു വെള്ളം കുടിച്ചാൽ മതി. അദ്ദേഹം വെള്ളം കുടിച്ചു. വെള്ളം പടപടോ കുടിച്ചിട്ട് ഉള്ളിലുള്ളത് മുഴുവൻ ഛർദ്ദിച്ച് കളയുന്നത് വരെ അദ്ദേഹം വെള്ളം കുടിച്ചോണ്ടേയിരുന്നു. ആകെ തളർന്നു. കണ്ടു നിന്ന ആൾക്കാർക്ക് തോന്നി അബൂബക്കർ മരണപ്പെടുകയാണ്. ആ ശബ്ദത്തിലാ ഛർദ്ദിക്കുന്നു. എല്ലാം കഴിഞ്ഞിരുന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഹറാമായ ഭക്ഷണം കലർന്ന രക്തമുള്ള ശരീരം സ്വർഗത്തിൽ പ്രവേശിക്കൂല. ആ പേടിയിലാണ് ഇത് ചെയ്തത്. എത്ര നോക്കണം അപ്പൊ നമ്മള്. വളരെ, പ്രത്യേകിച്ച് കച്ചവടക്കാര് വളരെ ശ്രദ്ധിക്കണം. കച്ചവടം
ഒരു പൈസ ഹറാമിൻ്റെത് വന്നു പോയാൽ നമ്മളെ കൊണ്ട് ഭാര്യയും മക്കളും അവതാളത്തിലായി പോകും. വെരി ഡേഞ്ചർ. ഹലാല് മതി, കുറച്ചാണെങ്കിലും ആവശ്യം നടക്കാനുള്ള കിട്ടിയാൽ മതി, പക്ഷെ ഹലാലായിരിക്കണം. സലഫുകളുടെ ഭാര്യമാരും മക്കളും വിളിച്ചു പറയുമത്രേ, രാവിലെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പട്ടിണി കിടക്കാൻ നമ്മൾ തയ്യാറാണ്, ഹലാലല്ലാത്തതും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടെന്ന്. വളരെ ശ്രദ്ധിക്കണം. അവരുടെ ദുആ അല്ലാഹു ഇബാദത്തായിട്ട് സ്വീകരിക്കുന്ന പ്രശ്നമില്ല. പിന്നെ അതിൻ്റെ ചില അദബുകളാണ്. ആ അദബുകളിൽ ചിലത് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഒന്ന് ഇഖ്ലാസ് വേണം, പിന്നെ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് കൊണ്ട് വേണം തുടങ്ങാൻ, സ്വലാത്ത് കൊണ്ട് തന്നെ ദുആ അവസാനിപ്പിക്കണം. 3 അൽ ജസ്മു ഫി ദുആഇ ബിൽ യഖീൻ, അതായത് എൻ്റെ ദുആക്ക് അല്ലാഹു ഉത്തരം തരുമെന്ന യഖീൻ ഉണ്ടാവണം. സംശയാലുമായിട്ട് അല്ലാഹുവിനോട് ചോദിക്കാൻ പാടില്ല. അത് വിശ്വാസത്തിനെതിരാണ്. കാരണം എൻ്റെ റബ്ബിന് തരാൻ കഴിവുണ്ടോ ഇല്ലെന്നല്ല അതിനർത്ഥം. സംശയിച്ചാല് ഓൻ പറയുന്നു അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഞാൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്, എൻ്റെ ഏത് അടിമ എന്നെ വിളിച്ചാണ് ഞാൻ കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ ആ ചോദിക്കുന്ന വിഷയത്തിൽ എന്നെ പോലത്തെ ഒരു പാപി, എനിക്കുള്ളത് ചോദിക്കാനുള്ള അർഹതയുണ്ടോ? ഈ ഖുറാഫികൾ അങ്ങനെ പഠിപ്പിക്കൽ അല്ലാഹുവിനെ. അത് ഡേഞ്ചറാണ്. നമുക്കെല്ലാം അർഹതയുണ്ടോ? നമ്മളൊക്കെ ചോദിച്ചാൽ അല്ലാഹു തരുമോ? പിന്നെ ആരാ തരണ്ട? പിന്നെ അതുകൊണ്ട് നമ്മൾ ചോദിക്കണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി? ചോദിക്കാൻ മഹാന്മാരെ, ഇല്ലെങ്കിൽ ഉസ്താദ്മാർക്ക് പൈസ എന്നാ ഉസ്താദ്മാർ എന്ത് ചെയ്തോളാം, ചോദിച്ചോളാം. അത് നടക്കുന്നുണ്ട്. ക്ലിപ്പുണ്ട്, എൻ്റെ ഈ ഫോണിലുണ്ട്. ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്. ദുആ എന്ന് പറഞ്ഞാൽ ഒരു വക്കീല് വേണമെന്നാണ് പറഞ്ഞത്. ദുആ ചെയ്യാൻ നമ്മളിപ്പോൾ കോടതിയിൽ നമുക്ക് ജഡ്ജിനെ നേരിട്ട് കാണാൻ പറ്റില്ലല്ലോ, വക്കീലിനെ പോയിട്ട് കാണണമല്ലോ. അതേപോലെ പരമോന്നത കോടതി, സുപ്രീം കോർട്ടാണ് അള്ളാന്റെ, ആ ജഡ്ജിനെ നേർക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചോദിക്കാൻ കഴിയില്ല. വക്കീലിനെ കാണാൻ. ആരാ വക്കീല്? അതുകൊണ്ട് കണ്ടോളി, നന്നായിട്ട് കണ്ടോളി. നമ്മൾ എന്ത് ചെയ്തോളാം, വെറുതെ കണ്ടിട്ട് കാര്യമില്ല. ജുബക്ക് 3 കീശയുണ്ട്. 3 കീശയുള്ള കുപ്പായ നമ്മളിടുന്ന കുപ്പായം. എന്ത് അപ്പൊ ഈ അടിമകൾക്ക് അള്ളാഹിനെ പറ്റി എന്തായിരിക്കും അവർ വിചാരിക്കുക? നമുക്കൊന്നും അടുക്കാൻ പറ്റാത്ത എന്തോ ഒരാള്, നമുക്കൊന്നും ചോദിക്കാൻ കഴിയില്ല. അതെല്ലാം റബ്ബ് അങ്ങനെയല്ല അള്ളാഹിനെ പറഞ്ഞു കൊടുക്കേണ്ടത്. വക്കീലന്മാരില്ല അള്ളാഹിനോട് ചോദിക്കാൻ. സംശയാനുമാവരുത്. അള്ളാഹുവിൽ ധൈര്യമായിട്ട് ചോദിച്ചോണം. വെറും പക്കത്തമ്മടിയാന്ന് വെച്ചു. കള്ള്, കഞ്ചാവ്, പെണ്ണ്, വ്യഭിചാരം, തൂന്നിവാസി, വൃത്തികെട്ടവൻ അള്ളാന്റെ ദർബാറിൽ ഓനാരാ? അബ്ദാണ്, അള്ളാന്റെ അടിമയാണ്. ഒരു ദിവസം കൈമുക്കിയിട്ട് അള്ളാഹുവെ പറ്റിപ്പോയി റബ്ബെ മാപ്പാക്കിത്താ. എന്താ പറയാ റബ്ബ്? പോടാന്നാ? ആ കുഴപ്പമില്ല, വാ, ഇനി ആവർത്തിക്കരുത്, ഇനി ചെയ്യരുത്, ഞാൻ മാപ്പാക്കി. പിന്നെയും പോയി പെണ്ണ് പിടിക്കാൻ, പിന്നെയും പോയി കഞ്ചാവ് പിടിക്കാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ ടെൻഷനായി വന്ന്. അള്ളാഹ് എന്ത് പറയും? ആ കുഴപ്പമില്ല, വാ, ഗഫറത്തുലക വലാ ഉബാലി, പ്രശ്നമില്ല, എന്നെ ശ്രദ്ധിക്കണം, എന്നെ സൂക്ഷിക്കണം. ആയിക്കോട്ടെ, ഞാൻ സൂക്ഷിക്കാം. അങ്ങനെ പിടിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി കള്ളുപിടിക്കാൻ. പിന്നെയും വന്നു. അള്ളാഹ് എന്ത് പറയും? കുഴപ്പമില്ല, വാ. ഖിയാമത്ത് നാൾ വരെ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ അള്ളാഹു സ്വീകരിച്ചു കൊണ്ടേയിരിക്കും. അതാണ് റബ്ബ്, അതാണ് റബ്ബ്. അതുകൊണ്ട് തെറ്റാവർത്തിക്കാന്നല്ല, മനുഷ്യന്മാരാണ് അബദ്ധം പറ്റിപ്പോയാൽ. വല്ലദീന ഇദാ ഫഅലു ഫാഹിഷ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു ഹദീസ് കാണാം. അല്ലാഹു പറയാ, ഖുദ്സിയ ഹദീസാണ്, അദ്നബ അബ്ദി ദംബൻ, എൻ്റെ അടിമ ഒരു തെറ്റ് ചെയ്തു. ഫഅലിമ അന്ന ലഹു റബ്ബുൻ യഗ്ഫിറു ദംബ, കുറച്ച് കഴിഞ്ഞപ്പോൾ ടെൻഷനായി. അപ്പോൾ വിചാരിക്കാണ്, എനിക്ക് പാപങ്ങളൊക്കെ മാപ്പാക്കുന്ന ഒരു റബ്ബുണ്ടല്ലോ. ഫസ്തഗ്ഫറ, എന്നിട്ട് അവൻ എന്ത് ചെയ്തു? ഇത് വന്നപ്പോൾ അവൻ പാപമോചനം ചോദിച്ചു. ഗഫർതു ലഹു, ഞാൻ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. സുമ്മ അദ്നബ അബ്ദി ദംബ, പിന്നെ അടിമ പിന്നെയും തെറ്റ് ചെയ്തു. പിന്നെ ഇതേപോലെ മനസ്സിൽ വന്നു, എന്നോട് മാപ്പ് ചോദിച്ചു, ഞാൻ പുറത്തു കൊടുക്കും. സുമ്മ അദ്നബ അബ്ദി ദംബൻ, പിന്നെയും അടിമ എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു. സാലിഹുൽ ഫൗസാൻ ഹഫിളഹുവിനോട് ഫത്വ ചോദിക്കുകയാണ്. അദ്ദേഹം പറയാണ്, ശൈഖേ, ഞാൻ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിർക്കില്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മുവഹിദിന്റെ ഒരു ഗുണം അതാണ്. എന്തെങ്കിലും അബദ്ധം പറ്റിപ്പോയാൽ തന്നെ തൗഹീദ് പരിഗണിച്ച് അല്ലാഹ് എന്ത് ചെയ്യും? ചിലപ്പം ഒരു ഉപാധി ഇല്ലാണ്ട് പോ, ഖലാസ്, കഴിഞ്ഞു. അവൻ ചോദിച്ചു, എനിക്ക് തെറ്റ് വരുന്നുണ്ട്, ഞാൻ കുറേ ശ്രദ്ധിക്കുന്നു, പക്ഷെ എനിക്ക് പിടിച്ചിക്കാൻ കഴിയുന്നില്ല. തെറ്റുകൾ വന്നു പോവാണ്, പക്ഷെ ഞാൻ തൗബ ചെയ്യലുണ്ട്. എന്നാൽ പിന്നെയും വരും. ഞാൻ നന്നായിട്ട് എനിക്ക് വിഷമം, സങ്കടാവും, ഞാൻ തൗബ ചെയ്യും, പിന്നെയും വരുന്നു. ശൈഖ് എന്താ മറുപടി പറഞ്ഞറിയോ? അൻത അലാ ഖൈർ, അൻത അലാ ഖൈർ, നിനക്ക് ടെൻഷൻ വരുന്നില്ലേ?
നീ ഇസ്തിഗ്ഫാർ പറയുന്നില്ലേ, നന്മയുടെ അടയാളമാണ്. കഴിയുന്നത്ര സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക, നീ മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ടെൻഷൻ വരാത്തത്ര തെറ്റുകാരുണ്ടെന്നറിയോ? ഞാൻ ചെയ്യുന്ന തെറ്റാന്ന് പോലും ബോധമില്ല എന്നല്ല, തെറ്റ് ചെയ്തിട്ട് അതിനെ വല്ല അഭിമാനത്തോടെ പറയുന്ന മനുഷ്യന്മാരുണ്ട്. ഭയങ്കര ഡേഞ്ചറാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് എനിക്ക് എന്താ റബ്ബ് ഉത്തരം തരും എന്ന ഉറപ്പ് ദുആ ചെയ്യുമ്പോൾ ഉണ്ടാവണം. ഉത്തരം തരും. അള്ളാഹുവിന്റെ അടിമയാണ് നമ്മൾ. അള്ളാഹുവേ നമുക്കൊരു പിടിവള്ളിയായിട്ടുള്ളൂ, വേറെ ആരുമില്ല, ഉത്തരം തരും. ആ ഉറപ്പിൽ വേണം ദുആ ചെയ്യാൻ. 4 അൽ ഇൽഹാഉ ഫി ദുആ, യാചനയുടെ സ്വരം കൂട്ടണം ദുആയില്. ഇങ്ങനെ അപേക്ഷ, എരക്കൽ എന്നാ പറയാ. മലയാളത്തിൽ പച്ച ഭാഷ പറഞ്ഞ എരക്കൽ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാ? ഇനി തെണ്ടൽ എന്നൊക്കെ പറയില്ലേ? അത് ബേങ്ങല്, അത് മേങ്ങുന്നത് അതല്ല അല്ലേ? ബേങ്ങല്, എരക്കുക. ഇംഗ്ലീഷിൽ എന്താ പറയാ? ബെങ്കി. അതന്നെ, ബെഗിങ്. അത് വേണം. ഇൽഹ, ഇൽഹ. നമ്മളൊന്നും അല്ലാത്തവനാവണം. നമ്മൾ എന്നാലും മുമ്പ് പോയിട്ട് 2-3 ബിൽഡിംഗ് എല്ലാം ഉണ്ട്, എന്നാലും തന്നോ, അത് ശരിയല്ല. ആരോടാ പറയുന്നത് നോക്കണം. ഒരൊറ്റ സെക്കൻഡ് മതി തകിടം മറിക്കാൻ. 1 സെക്കൻഡ്, ഒരൊറ്റ സെക്കൻഡ്. ആ ചൂരൽമലയിലെ ശ്യാമളക്കരെന്ന് പറഞ്ഞ ഓർമ്മയില്ലേ? നമുക്ക് അറിയുന്ന ഒരാളുണ്ട്, കോടീശ്വരൻ. ഏലത്തിന്റെ തോട്ടം, കാപ്പിത്തോട്ടം, ചായപ്പൊടിന്റെ തോട്ടം ഇഷ്ടം പോലെ. കട്ടിലിന്റെ അടിയിൽ ചാക്കിൽ പൈസ ഉണ്ടാവും. തൊട്ടടുത്ത ദിവസം സ്കൂൾ ഗ്രൗണ്ടില് ഈ വന്നതിന്റെ പിറ്റേന്ന് സ്കൂളിന്റെ വരാന്തയില് ആ ആശ്രയ ക്യാമ്പില് ഒരു പാക്ക് ബിസ്ക്കറ്റിന് കാത്ത് നിൽക്കണം. അല്ലാഹു കാക്കട്ടെ. ഈ അഹങ്കാരം പ്രിയപ്പെട്ടവരെ, കിബിർ വന്നു പോയാൽ ഡേഞ്ചറാണ്. ഒന്നുകിൽ അങ്ങനെ വിടും. ഒരു വിഷയം ഇന്നലെ ഞാൻ ദർസ് കേട്ടു, നിങ്ങൾക്ക് പറയണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതായത് പിന്നെ ഞാൻ ആയത്ത് പറഞ്ഞത് നിങ്ങളൊന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ പരിഭാഷയൊക്കെ ഒന്ന് വായിക്കണം. ഇസ്തിദറാജ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഇസ്തിദറാജ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരാള് കുരുത്തം കെട്ട് ജീവിക്കുന്നവനാണ്. അനുസരണയില്ല, ദീനില്ല, നിസ്കരിക്കൂല. പക്ഷെ ദുനിയാവിനൊരു കുഴപ്പമില്ല. നമ്മൾ പറയില്ല അങ്ങനെ. ഓനെന്തായിട്ടെന്താ ഇഷ്ടം പോലെ അന്ന് കൊടുക്കുന്നുണ്ടല്ലോ, വാരിക്കൂരി കൊടുക്കും. അതിന് ഇസ്തിദറാജ് എന്നാ പറയാ. എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഓനെ റബ്ബുൽ ഇസ്സത്ത് എഴുതി തള്ളിയിരിക്കുന്നു, അള്ളാഹു ഓനെ സൈഡാക്കിയിരിക്കുന്നു, ഓനെ ദീനിലേക്ക് അള്ളാഹ്ക്ക് ആവശ്യമില്ല, ഇനി ഓൻ വരണ്ട. ഓന് ദുനിയാവ് ഇഷ്ടം പോലെ കൊടുക്കും. എന്നിട്ട് ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് ശിക്ഷിക്കും. അള്ളാഹു കാക്കട്ടെ. നല്ലോണം ശിക്ഷിക്കും. ഇവിടെ നല്ലോണം സുഖിപ്പിക്കും. ദുനിയാവില് ഫതഹ്ന അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ഓൻ തൊട്ടതെല്ലാം പൊന്നായിരിക്കും. എവിടെ പോയിട്ട് ഉദ്ഘാടനം ചെയ്താലും പൊന്നെ. കുല്ല ഷൈ, എല്ലാത്തിന്റെയും വാതിൽ അള്ളാഹു വാരി അങ്ങ് തുറന്നു കൊടുക്കും. ഇഷ്ടം പോലെ കൈ നിറച്ചും കൊടുക്കും. ഇസ്തിദറാജ്. വഹും ലാ യശ്ഉറൂൻ. ആയത്ത് ഞാൻ രാത്രി പറയാം ഇൻഷാ അല്ലാഹ്. വഹും ലാ യശ്ഉറൂൻ. ഓൻ അറിയുന്നില്ല നാളെ അള്ളാഹു എന്താ ഓനെ ചെയ്യാൻ പോകുന്നത്. ഇന്ന് സുഖിക്കാണ്, അത് വേണ്ട, അത് നമുക്ക് വേണ്ട. നമുക്ക് അള്ളാഹു തന്നോട്ടെ അൽഹംദുലില്ലാ. പക്ഷേ നമ്മൾ ഒഴിവാക്കിയിട്ട് നമുക്ക് തരണ്ട. നമ്മളെ എഴുതി തള്ളിയിട്ട് അള്ളാന്റെ ലിസ്റ്റ് നമ്മളെ പുറത്താക്കിയിട്ട് നമുക്കൊന്നും വേണ്ട. നമുക്കൊന്നും ഇല്ലെങ്കിലും അള്ളാന്റെ ലിസ്റ്റ് നമ്മൾ ഉണ്ടായാൽ മതി. ഖലാസ്, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഇൽഹ, യാചനയുടെ സ്വരത്തിൽ വേണം അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ. അതേപോലെ പ്രധാനപ്പെട്ട ഒരു അദബ് ഹുദൂറുൽ ഖൽബി ഫി ദുആ. നിങ്ങൾ സാധാരണ ഇപ്പൊ നിങ്ങൾ ആ പള്ളി പോവാത്തോണ്ട് നിങ്ങൾക്ക് അറിയില്ല. നമ്മളെ ഖുറാഫി പള്ളിയില്ലേ? ഖുറാഫി പള്ളി മനസ്സിലായ? ഷിയാക്കള പള്ളി. അത് ഇമാമ് അൽഹംദുലില്ലാഹി എന്താണ് ഹംദൻ ലിവാഫി നിഅമഹു വയകാഫി മസീദ. ആൾക്കാരോ ആമീൻ ആമീൻ ആമീൻ. കണ്ടില്ലേ? ഇത് അല്ലാഹ്ക്ക് എന്തൊരു ഉറപ്പാന്നറിയോ?
എത്ര വെറുപ്പുള്ള സംഗതി എന്നറിയോ? കാരണം ദുആ അടിമ അള്ളാഹുമായിട്ട് സംഭാഷണത്തിലാണ്. അപ്പൊ ഇവൻ ഗഫലത്തിലാണ് എന്ന് പറഞ്ഞാല് വേണമെങ്കിൽ മതി, എന്തൊക്കെ തന്നോ മഅദല്ലാഹ്. ഹളാറത്തുൽ ഖൽബ്, ഹൃദയം മറിഞ്ഞു വേണം ദുആ ചെയ്യാൻ. ഹൃദയം മറിഞ്ഞ്. അതുകൊണ്ട് തന്നെ വെറുതെ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ പാടുന്നതിൽ അർത്ഥമില്ല. പറയുന്ന അർത്ഥം അറിയണം, അർത്ഥം പഠിക്കണം, മനസ്സിലാക്കണം. ഹദീസിൽ വന്ന് എത്ര ദുആകളുണ്ട്, നമ്മൾ എന്തേ പഠിക്കാത്തത്? ഇത് ആരായി പഠിക്കേണ്ട ഖുറാഫികളാ? ആദ്യം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അവർ പഠിക്കാൻ. നമ്മളല്ല തൗഹീദിന്റെ ആൾക്കാർ. നമ്മളെ ഹദീസിലും ഖുർആനിലൊക്കെ വന്നിരിക്കുന്ന ദുആകളൊക്കെ ഇപ്പൊ പഠിക്കുക. നമ്മൾ പറയുന്ന വാക്കിനേക്കാളും എത്രയോ ബെറ്ററാണ് അള്ളാഹു പറഞ്ഞെന്ന വാക്ക് ദുആ ചെയ്യാൻ. അതിനല്ലേ നമുക്ക് പറഞ്ഞത് നിങ്ങൾ ദുആ ചെയ്യണം എന്നിട്ടല്ലേ പറഞ്ഞത്. ഹദീസില് ഇമാം നബവി റഹ്മത്തുള്ളാഹിന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന ഒരു കിതാബ് തന്നെയുണ്ട്, റസൂലുള്ളാഹിന്റെ ദുആകളെ കൊണ്ട് നിറക്കപ്പെട്ട കിതാബ്. എന്തിനാ അത്? ഇതാ ഉമ്മത്തെ ഞാൻ പറഞ്ഞ ദുആ ഇതാണ്, നിങ്ങളിത് പറഞ്ഞോളിൻ. അതിന്റെ അർത്ഥം പഠിക്കണം, മനസ്സറിഞ്ഞ് ചോദിക്കണം, ഹൃദയ സാന്നിധ്യം വേണം. എന്നാലേ ദുആ ആവുള്ളൂ. നാവ് പറയുക, ഖൽബ് എവിടെയോ കറങ്ങുക, അത് ദുആ അല്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ഒന്നുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഭയങ്കര ശബ്ദം എടുക്കാതെ, വളരെ പതുക്കെയുമായി പോവാതെ മധ്യമ നിലപാടിൽ വേണം അല്ലാഹുവോട് ദുആ ചെയ്യാൻ. അട്ടഹസിച്ച് കരയാൻ പാടില്ല ദുആ ചെയ്യുമ്പോൾ. അട്ടഹസിച്ച് കരയൽ മുഅ്മിനീങ്ങൾക്ക് ഉള്ളതുമല്ല. പ്രത്യേകിച്ച് മരണ വീട്ടിലൊക്കെ ഏത് കരച്ചിലാണ് വേണ്ടത്? എന്താ പറയാ, ഏങ്ങിക്കരച്ചാൽ അതാണ് അള്ളാഹ്ക്ക് വേണ്ടത്. അത് സുന്നത്തും കൂടിയാണ്. മരിച്ച വീട്ടിൽ ആ കരച്ചിൽ സുന്നത്താണ്. റസൂലുള്ളാഹി തങ്ങൾ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ അട്ടഹസിക്കാൻ പാടില്ല. ഭയങ്കര ഒച്ചയിട്ട് ആ കരച്ചില് ദുആഇന്റെ മര്യാദയ്ക്ക് എതിരാണത്. അള്ളാഹിന്റെ മുമ്പിൽ അങ്ങനെ കാണിക്കരുത്. ഏങ്ങി കരയുക. സഹാബാക്കൾ പറയാറുണ്ട്, റസൂലുള്ളാഹിന്റെ പള്ളിയിലേക്ക് നമ്മൾ കയറി വന്നാൽ ഒരു പ്രത്യേക ശബ്ദമാണ് അവിടെ. ചീനച്ചട്ടിയിലെ എണ്ണ തിളക്കുന്ന ശബ്ദം. അതായത് എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ടാവും? ഇങ്ങനെ ഏങ്ങുന്നുണ്ടാവും, കരയുന്നുണ്ടാവും. അവർക്ക് തഹജ്ജുദിന്റെ സമയത്ത് അപ്പുറത്തെ വീട്ടിലെ സഹാബി കരയുന്ന ഏങ്കലിന്റെ ശബ്ദം ഇവിടെ കേൾക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഇമാമ് നിന്നാൽ ബാക്കിൽ സഫിൽ കേൾക്കുന്ന ശബ്ദത്തിൽ അദ്ദേഹം ഏങ്ങാറുണ്ടായിരുന്നു. ഹൃദയത്തിന്റെ സാന്നിധ്യമാണത്. അത് ദുആയില് വേണം. അബൂബക്കർ സിദ്ദീഖ് തന്നെ പറഞ്ഞു, കരയണം. ചില ആൾക്കാർക്ക് കരച്ചിൽ വരൂല. എന്തുകൊണ്ടറിയോ? ഖൽബ് കടുത്തോണ്ടാണ്. ഒരു പ്രശ്നമാണത്. കണ്ണ് നിറയാത്തതൊരു പ്രശ്നമാണ്. ഖൽബ് കടുപ്പാണെങ്കിൽ കണ്ണ് നിറയില്ല. നിറയുന്നില്ലെങ്കിൽ എന്താക്കണം? കരയും പോലെ കാണിക്കണം അല്ലാഹുവിന്റെ മുമ്പിൽ. ബുക്കാ ഇബാദത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹനെ ഭയപ്പെട്ട് കരഞ്ഞ കണ്ണും മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കാവൽ നിന്ന് ഉറക്കൊഴിച്ച കണ്ണും നരകത്തിന്റെ തീയിനെ തൊടൂല. അപ്പൊ കരണമെന്നല്ല എന്റെ അർത്ഥം. കരച്ചിൽ വരുന്ന പോലെയെങ്കിലും ആക്കി അള്ളാഹ്ക്ക് കാണിക്കണം. അതുകൊണ്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞ സൂറത്തുൽ ബഖറ, വലാകിൻ ഖസത് ഖുലൂബുക്കും, നിങ്ങളുടെ ഖൽബ് ഫഹിയ കൽ ഹിജാറ, കല്ല് പോലെ ആയിപ്പോകും. എന്നിട്ട് കല്ലിനെ അള്ളാഹ് ഒഴിവാക്കുകയാണ്. കല്ല് പോലെ എന്ന് പറഞ്ഞാൽ കല്ലിനും എന്തുണ്ട്? കരച്ചിലുണ്ട്, വെള്ളം വരും. എന്നാലും നിങ്ങൾ വെള്ളം വരുന്നില്ല. ഡേഞ്ചറാണത്. അപ്പൊ ഹൃദയത്തെ മയമാക്കി തരാനും ഹൃദയം ഒരു എന്തിനു പറയാ, ഒരു ലോലമാവാനും ഒക്കെ നമ്മൾ ശരിക്കും ദുആയിൽ എപ്പോഴും ഉൾപ്പെടുത്തണം. നമ്മളങ്ങനെ ആക്കിത്തരാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ.